ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വൈകിട്ട് സമയം ഒരു 8:30 കാണും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണേ. അത് എഗ്ഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കിഴങ്ങ് കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സവോളയും പച്ചമുളകും കൂടി കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ച് അത് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അതിന് ശേഷം അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു സ്മെല്ലും പിന്നെ ആ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റും എല്ലാം അതിൻ്റെ കൂടെ കിട്ടിക്കോളുവേ. നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ അത് നന്നായിട്ട് വഴറ്റി വേഗം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നല്ല ചുമന്ന കളറിൽ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കുമേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛനും മക്കളും കൂടി അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ഒരു ബിയർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പൊട്ടിച്ച് ചുമ്മാ കുടിക്കുന്ന പോലെ കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കുടിക്കുന്നത് പോലെ കാണിക്കുന്നതാണ് കേട്ടോ. എന്ന് വെച്ച് കുടിക്കാതിരിക്കുന്നൊന്നുമല്ല, കുടിക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആ തണുപ്പൊന്ന് ശകലം മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വെച്ചേക്കുവാണേ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനതൊന്ന് ഒരു എടുത്തൊന്ന് മൂടി വെച്ചിട്ടുണ്ടേ, അതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരു തക്കാളി എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തേ. എന്നിട്ട് പിന്നെ വീണ്ടും അതൊരു മൂടി വെച്ചൊന്ന് മൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അത് മൂടി തുറന്നു കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വിതറി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറൈറ്റി കറിയാണേ. മിസ്റ്റർ രാജേഷ് തൈപ്പറമ്പിലാണ് കേട്ടോ എൻ്റെ കുക്ക്, എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. പുള്ളിക്കാരനിരുന്ന് പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന്. എനിക്കിത് ഉണ്ടാക്കാൻ അറിയത്തില്ല, ചേട്ടായിയാണ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഞാനത് പുള്ളി പറയുന്നത് പോലെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടായി. അപ്പം ഞാനത് എല്ലാം വഴറ്റിയിട്ട് ഒരു മൂടിയെ എടുത്തൊന്ന് മൂടി വെച്ചേക്കുവാണേ. ശേഷം അച്ഛൻ്റെയും മക്കളുടെയും കലാപരിപാടികളാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. അച്ഛൻ മക്കളെ എടുത്തുകൊണ്ട് നടക്കുന്നതാണ് കേട്ടോ. ഒരാളെ എടുക്കുമ്പോൾ അടുത്ത ആൾക്ക് മുഖം വീർപ്പിക്കില്ല. അപ്പോൾ രണ്ടെണ്ണത്തിന് എടുത്തുകൊണ്ട് നടക്കുവാണേ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനത് തുറന്ന് നോക്കി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട്, നന്നായിട്ടൊന്ന് വഴറ്റി ചുമന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് വിതറി കൊടുത്തത്. ഇപ്പോൾ പാകത്തിന് ഉപ്പിടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പൊന്ന് വിതറി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തേ. എൻ്റെ പുത്രൻ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ഇളക്കാമേന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ഇളക്കിക്കോളാന്ന്. അപ്പം ഞാൻ ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നോക്കാൻ പറഞ്ഞു. അതിന് ശേഷം ഞാൻ ഒരു സ്പൂണിൽ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്തു. പിന്നെ കുറച്ച് മസാലപ്പൊടി, മീറ്റ് മസാല, അത് ചേർത്ത് കൊടുത്തു, ഇളക്കി കൊടുത്തു. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറി കൊടുത്തായിരുന്നേ. എന്നിട്ട് ഇതെല്ലാം കൂടെയും കൂടിയിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുവാണേ.
നമ്മുടെ കുക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കണ്ണമ്മോന് വിശക്കോ എന്ന് കുറേ നേരമായിട്ട് പറയുന്നു കേട്ടോ. അവൻ മുട്ട കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണേ. അപ്പം ഞാൻ പറഞ്ഞു അതൊന്ന് വേവട്ടേന്ന്. ഞാനതൊക്കെ ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. കാരണം കിഴങ്ങിട്ടിട്ടുണ്ടല്ലോ, കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരണമല്ലോ. അവസാനം നമ്മുടെ മുട്ട ഒരു 5 മുട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ചുമ്മാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ കിഴങ്ങിൻ്റെ അകത്തേക്കും നമ്മൾ ഈ മുട്ട പൊട്ടിച്ച് വെച്ചതെല്ലാം കൂടെയും കൂടിയിട്ടൊന്ന് ഇട്ടിട്ട് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുവാണ് പിന്നെ ചെയ്തത്. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാവും കേട്ടോ, ചില ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവില്ല കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇതുണ്ടാക്കി വരുമ്പോൾ ലാസ്റ്റ് നമ്മളൊരു മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു ലുക്കിൽ വരുവേ. ഫൈനലി നമ്മുടെ വെറൈറ്റി എഗ് ഡിഷസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇളക്കി കൊടുത്തുകൊണ്ട് നല്ല മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുത്ത് നല്ല മുട്ടത്തോരൻ്റെ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കിഴങ്ങ്, സവോള, പിന്നെ പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ്. അപ്പം നമ്മുടെ ഡിഷസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് ചോറെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി അച്ചിങ്ങ മെഴുക്ക് വരട്ടിയിട്ടു കൊടുത്തു. അതിന് ശേഷം നമ്മൾ തക്കാളി മുരിങ്ങാക്കായും കൂടെ കൂടിയിട്ട് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ലേശം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ മുട്ടത്തോരൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇലമ്പിക്ക അച്ചാറുണ്ടായിരുന്നു, ഇലമ്പിക്ക അച്ചാറും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ ഈ 4 കറികളും കൂട്ടി നമ്മൾ ചോറ് കഴിച്ചു. അപ്പോൾ ഇത്രയും കറികളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളുടെ ഒരു വലിയ അത്താഴം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് അത്താഴമൊക്കെ കഴിച്ചു. പിന്നെ രാത്രി ഭയങ്കര ഇടിയും മിന്നലും ചെറിയ പൊടിമഴയും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപാട് നേരമൊന്നും ടി വി ഒന്നും കണ്ടൊന്നും ഇരുന്നൊന്നുമില്ല. ടി വി എല്ലാം നിർത്തി വെച്ചേക്കുമായിരുന്നു ഇടിവാളൊക്കെ മിന്നിയതുകൊണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അതിനുശേഷം രാത്രി കിടന്നുറങ്ങി. പിന്നെ നേരം വെളുത്ത് വന്നപ്പോൾ നമ്മുടെ മുല്ലയിൽ നോക്കിയപ്പോൾ നിറയെ മുല്ലമുട്ട, കുഞ്ഞു മുട്ടകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ മുല്ലമുട്ടൊക്കെ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിലൂടെയൊക്കെ 5-6 പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. ബാക്കിയെല്ലാം മുല്ലമുട്ടും ഇങ്ങനെ മുട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചെത്തിയിൽ അത്യാവശ്യം പൂവൊക്കെ ഇട്ട് നിൽപ്പുണ്ട് കേട്ടോ. നേരത്തെ ഒരുപാട് പൂവുണ്ടായിരുന്നു. അത് 1-ാം തീയതി ആയപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊടുത്തു. പിന്നെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നപ്പം നമ്മൾ താലപ്പൊലിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പൂ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ നാരകത്തിൽ നാരങ്ങയൊക്കെ ഉണ്ടായി പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇത് എന്തൊട്ട് പൂവാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു പൂവും കുറച്ചുണ്ടായി നിൽപ്പുണ്ട്.
പിന്നെ രാവിലെ കാപ്പിക്ക് നമ്മൾ പൂരിയായിരുന്നു ഇന്ന് ഉണ്ടാക്കിയത്. പൂരിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല, ചമ്മന്തി ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ മീൻകുളത്തിലൊക്കെ ഒന്ന് പോയി നോക്കി. കുഞ്ഞുങ്ങളൊക്കെ കുറേ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. അത് കുറേ നേരം നോക്കിയിരുന്നു. അതിന് ശേഷം പിന്നെ രാവിലത്തേക്ക് ഉള്ള പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ ചോറ് അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു, ചോറ് വാർത്തിട്ടു. അതിന് ശേഷം നമ്മളൊരു കറി വെച്ചു. ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കായും കൂടെ കൂടിയിട്ടാണ് തേങ്ങ അരച്ച് കറി വെച്ചത്. പിന്നെ ഒരു മീനും കൂടി വറുത്ത് വെച്ചു. അപ്പോൾ അത്രയും ചെയ്തപ്പോഴേക്കും ഉച്ചക്കലത്തേക്ക് ചെറിയൊരു മഴ തൂളി തുടങ്ങി. പിന്നെ തുണിയെല്ലാം പറക്കാനായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര